ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗുൽഷൻ ഗ്രോവറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വെള്ളത്തോലിന് അടിമയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സത്യമാണോ? അതായത് താങ്കൾ നല്ല രീതിയിൽ മുംബൈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 350 സിനിമകളിൽ പ്രവർത്തിക്കാൻ താങ്കൾക്ക് സന്ദർഭം ലഭിച്ചു. പക്ഷേ താങ്കളുടെ ഒബ്സഷൻ അത് ഹോളിവുഡ് സിനിമകളിലാണുള്ളത്, അതായത് വൈറ്റ് സ്കിൻ ഉള്ളവരുടെ മേൽ. ഞാൻ ഭാവി തലമുറയ്ക്കൊരു പുതിയ പാത കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മുടെ വീട് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും അകലാതെ ഞാൻ വിദേശത്ത് പോയി അവിടെയുള്ള ജനങ്ങളെ ഞാൻ കൺവിൻസ് ചെയ്തു. അതായത് ഇന്ത്യൻ ആക്ടേഴ്സിനും ഇന്റർനാഷണൽ സിനിമകളിൽ അഭിനയിക്കാനുള്ള എല്ലാ കഴിവുമുണ്ടെന്ന്. കാരണം അവർക്കതിൽ വിശ്വാസമില്ലായിരുന്നു. നമ്മുടെ സിനിമകളിലെ ആക്ടിംഗ് ലൗഡ് ആക്ടിംഗ് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് നന്നായി പറയുമോ ഇല്ലയോ എന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് നേരിട്ട് ചെന്ന് അവരെ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് എനിക്ക് വേണ്ടി മാത്രമല്ലാതെ ഭാവിയിൽ വരാൻ പോകുന്നവർക്കും വേണ്ടി പുതിയൊരു പാത ഞാൻ തുറന്നുകൊടുത്തു. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ ടാലന്റ്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് അവർക്കെല്ലാം മനസ്സിലാക്കി കൊടുത്തു. അത് നിങ്ങൾ വൈറ്റ് സ്കിൻ ഒബ്സഷനാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ എന്തു പറഞ്ഞാലും ഞാൻ അതൊന്നും കാര്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിത് പ്രോഗ്രസ് ആയിട്ടാണ് കരുതുന്നത്, ലോജിക്കൽ ഗ്രോത്ത് ആയിട്ട് കരുതുന്നു. വിദേശ സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി താങ്കൾ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. ആദ്യമായിട്ട് പോയപ്പോൾ താങ്കളുടെ പാസ്പോർട്ട് അവർ വാങ്ങിവെച്ചെന്നാണ് ഞാൻ കേട്ടത്. താങ്കൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി താങ്കളുടെ ID കാർഡും വാങ്ങിച്ചു വെച്ചു. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഇംപ്രഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, എന്റെ ആദ്യത്തെ പടം ജംഗിൾ ബുക്ക്, അവരെന്നോട് ഫോണിൽ പറഞ്ഞത്, മിസ്റ്റർ ഗ്രോവർ, നിങ്ങൾ വന്നയുടൻ നിങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങൾ വാങ്ങിച്ചു വയ്ക്കും. ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ അത് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാനത് ശരിയെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന ഉടനെ എന്റെ പാസ്പോർട്ട് എടുത്ത് അവരെ ഏൽപ്പിച്ചു. അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചു. 2-3 ദിവസം അവരെന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, ഇവൻ കൃത്യസമയത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് പരീക്ഷിച്ചു. അതിന്റെ കാരണം മീഡിയ. അതായത് മീഡിയയിൽ ബോളിവുഡ് സ്റ്റാറുകളെക്കുറിച്ച് ഒരുപാട് കഥകൾ അവർ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവർ എപ്പോഴും വൈകിയേ വരൂ, അവർക്ക് ടൈമിംഗ് പ്രോബ്ലം ഉണ്ട്, പെട്ടെന്ന് രാത്രി എഴുന്നേറ്റ് പറയും, ഓ ഐ എം ഗോയിങ് ടു ഇന്ത്യ, എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഓർമ്മ വരുന്നു, എനിക്ക് എന്റെ അമ്മയുണ്ടാക്കിയത് കഴിക്കണമെന്ന് പറഞ്ഞു പോവും, ഷൂട്ടിംഗ് നിന്നു പോവും. ഇതൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പേടി കൊണ്ടാണ് അവരെന്റെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചത്. ഇത് നമ്മളെ ചെറുതാക്കുന്ന കാര്യമല്ല. അവരെന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലാക്കി. അതായത് ഇന്ത്യൻ ബോളിവുഡ് ആക്ടേഴ്സിന്റെ പക്കലും പ്രൊഫഷണലിസം ഉണ്ട്, ധാരാളം കഴിവുകളുണ്ട്, അവസരങ്ങൾ കൊടുക്കാമെന്ന്. ഇത് സത്യമാണോ? അതായത് താങ്കൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് താങ്കളെ ഒരു ആക്ടർ എന്നുള്ളതിനുപരി ഏജന്റായിട്ട് അവർ കണ്ടെന്നു? അതായത് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് എനിക്ക് പാരിതോഷികം തരണം, ഹോണർ തരണം ഫോർ ബീയിങ് അംബാസഡർ ഓഫ് ഇന്ത്യ. താങ്കളോട് ബ്രാഡ് പിറ്റിന് ഹീറോയിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് കേട്ടു. ഞാനിവിടെ ബോളിവുഡിലല്ലേ പ്രവർത്തിക്കുന്നത്. അവർക്കെന്നെ നന്നായിട്ട് അറിയാം, എന്നിൽ വിശ്വാസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോൺ ചെയ്തും ഇമെയിലും ഒക്കെ അന്വേഷിക്കും. ഇന്ത്യയിൽ ഇങ്ങനെയൊരു ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊരു ഹീറോയിന് കിട്ടുമോ, ഇങ്ങനെയുള്ള ടെക്നീഷ്യന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. ഇതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. എന്റെ വിശ്വാസം എന്തെന്നാൽ, നമ്മുടെ രാജ്യത്തിന്റെ ടാലന്റ് എന്ന് പറയുന്നത് അത് എല്ലാത്തിനേക്കാളും വളരെ മികച്ചതാണ്. വൈറ്റ് സ്കിൻ ഒബ്സേഷനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ താങ്കളുടെ ഫോട്ടോ ആരോടൊപ്പമാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു പ്രാവശ്യം പമേല ആൻഡർസണോടൊപ്പം താങ്കളുടെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. മറ്റൊരു പ്രാവശ്യം ഗോൾഡി ഹാനോടൊപ്പം താങ്കളുടെ ഫോട്ടോ വന്നിരുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ സൗഹൃദം വളരും, സുഹൃത്തുക്കളാകും, വരികയും പോവുകയും ചെയ്യും. അത് അവരുടെ മഹാമനസ്കത എന്ന് വേണം പറയാൻ. എന്നെ അവരോടൊപ്പം ചേർത്ത് അവരുടെ കൂടെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുക, ഡിന്നറിന് ക്ഷണിക്കുക, അത്രത്തോളം ഞങ്ങളുടെ സൗഹൃദം വളർന്നു, ബന്ധം വളർന്നു. അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, അവർ ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ അവരെന്നെ വിളിച്ച് ചോദിക്കും, അവിടെ വെതർ എങ്ങനെയുണ്ട്, ഈ സമയത്ത് എവിടെയാണ് പോകേണ്ടത്. സോ ഐ തിങ്ക് ഇതൊരു സൗഹൃദപരമായ ഒരു അടുപ്പമാണ്. അവരെടുത്ത ഫോട്ടോ നോക്കുമ്പോൾ അവർ താങ്കളോട് വെതർ ചോദിച്ചതുപോലെ മനസ്സിലാവുന്നില്ല. ഇത് കാണുമ്പോ താങ്കൾ അവരോട് വെതർ ചോദിച്ച പോലാണ് തോന്നുന്നത്. എന്തിനാണ് ഈ ഡ്രസ് ഇത്രയും കുറച്ചിട്ടിരിക്കുന്നത്? അതായത് രജത് സാർ, കാര്യം എന്താന്ന് വെച്ചാ, എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും ഉണ്ട്. അത് മീഡിയ അവരവർക്ക് തോന്നുന്ന രീതിയിൽ എഴുതി പിടിപ്പിക്കും. എനിക്ക് അവരോടെല്ലാം നല്ലൊരു സൗഹൃദമുണ്ട്. സപ്പോസ് ഞാൻ അങ്ങോട്ട് പോവാണെങ്കിൽ ഖാദി ഗ്രാം ഉദ്യോഗിൽ നിന്ന്, ഹാൻഡിക്രാഫ്റ്റിൽ നിന്ന് ചെറിയ ചെറിയ വസ്തുക്കൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ഗോൾഡി ഹോൺ എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ ഗോൾഡി ഹോണിനൊരു കാഗ്ര ചോളി കൊണ്ടുപോയി കൊടുത്തു. അതായത് ഈ ഖാദി, അത് ഞാൻ അവർക്ക് പ്രസന്റ് ചെയ്തു. അവർ വളരെ എക്സൈറ്റഡ് ആയി ഉടനെ അത് എടുത്തണിഞ്ഞു. അതിനെ കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് കട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഇമെയിൽ അയച്ചു, ഇത് ഞാനൊരു ഫംഗ്ഷന് ഇട്ടുകൊണ്ട് പോവാണെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പത്രം നോക്കിയപ്പോൾ അവരതണിഞ്ഞൊരു ഫോട്ടോ ഞാൻ കാണാനിടയായി.
അതായത് വിനായകന്റെ ബാഗ്, വിനായകന്റെ പെൻഡൻ, ഇന്ത്യൻ മ്യൂസിക്, ഇതൊക്കെ ഞാൻ അവർക്ക് ഗിഫ്റ്റായി വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. അതുവഴി ഒരു ഡിസ്കഷൻ തുടങ്ങും. ഇത് എവിടെയാണ് കിട്ടുക, ആരാണിത് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത്, ഈ ഗോഡിന് എന്താണ് അർത്ഥം. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞിരുന്നു, പ്രിൻസ് ചാൾസിന് താങ്കൾ റാംനാം കുർത്ത വാങ്ങിച്ചുകൊണ്ട് പോയി കൊടുത്തു. ഞാൻ പ്രിൻസ് ചാൾസിന് ധാരാളം ബോളിവുഡ് ഫിലിംസ്, ഹരേ രാമ ഹരേ കൃഷ്ണയുടെ ഇപ്പോഴത്തെ ട്രെൻഡി കുർത്താസ്, അതായത് അതിൽ മന്ത്രമൊക്കെ എഴുതി പിടിപ്പിച്ചത്, അതുപോലെ ഒത്തിരി കുർത്താസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും താങ്കളുടെ വൈറ്റ് സ്കിൻ ഒബ്സഷൻ അല്ലേ? അതായത് ഇടയ്ക്കിടയ്ക്ക് പ്രിൻസ് ചാൾസിനെ കാണാൻ പോകുന്നത്. സർ, ഞാൻ പ്രിൻസ് ചാൾസിന്റെ പേഴ്സണാലിറ്റിയെ വളരെ അഡ്മയർ ചെയ്യുന്നു. പ്രിൻസ് ചാൾസ് എന്തു ചെയ്താലും അതിലൊരു ചാരിറ്റി ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ അതിശയത്തോടെ നോക്കും. താങ്കളുടെ ഈ ആകർഷണത്തെക്കുറിച്ചും ഒബ്സർഷനെക്കുറിച്ചും ജനങ്ങളുടെ മനസ്സിൽ എന്ത് ചോദ്യങ്ങളാണുള്ളതെന്ന് അവരോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ചോദ്യം ചോദിക്കാം. ശരി, താങ്കൾ പറയൂ. സർ, എന്റെ ചോദ്യം എന്താണെന്നാൽ ഇന്ത്യൻസ് മാത്രം എന്തിനാണ് പ്രൂഫ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഒരുപാട് അഹങ്കരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ ആരെക്കാളും താഴ്ന്നവരൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഫോറിനിൽ ചെന്ന് പ്രൂഫ് ചെയ്യേണ്ടത്? ഹോളിവുഡിലുള്ളവരൊന്നും ഇവിടെ വന്ന് പ്രൂഫ് ചെയ്യുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ ആളുകൾ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ പോവാൻ തുടങ്ങി, അവരിങ്ങോട്ടും വരാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം ഞാനിപ്പോ നിങ്ങളോട് പറയാം. എന്നോട് എല്ലാ ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ബോളിവുഡിൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന്. അതിലെ പാട്ടുകൾ വളരെ ഗംഭീരമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പെൺകുട്ടികൾ ഓടി വന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും, അതൊക്കെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവരും ഇങ്ങോട്ട് വന്ന് അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾ ചോദിക്കൂ. ഇത്രയും നാൾ മോശം കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ലേ? നിങ്ങൾ ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളുടെയും വിദേശത്തെ ജനങ്ങളുടെയും പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന്. അവർ നിങ്ങളെ ജയിപ്പിക്കുമല്ലോ. നിങ്ങൾക്ക് വിദേശത്ത് പോവാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യാനും പറ്റും. യങ് മാൻ, നിങ്ങളെന്റെ ഫ്രണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളെന്റെ എനിമിയാണ്, നിങ്ങളെന്റെ ശത്രുവാണ്. മറ്റൊരു ശത്രുവാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഒരു കലാകാരൻ, എനിക്ക് ഈ വാക്കിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു കലാകാരൻ എപ്പോഴും കലാകാരൻ മാത്രമായിരിക്കണം. അവൻ എല്ലാവർക്കും സ്വന്തമാണ്. പോളിറ്റിക്സ് കളഞ്ഞേക്കൂ. എന്നെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ എവിടെയും കാണാൻ കഴിയില്ല. ചാൻസേ ഇല്ല. നെവർ എവർ.